പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പരിപൂർണ വിജയമാണ്. പാകിസ്ഥാന്റെ ബലഹീനതകളെല്ലാം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഓപ്പറേഷൻ സിന്ദൂറിന് സാധിച്ചു. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, ഭരണനിർവഹണത്തിലും പാകിസ്ഥാൻ നേരിടുന്ന വൻ പ്രതിസന്ധി ലോകമറിഞ്ഞു. സൈന്യത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഭരണകൂടം വല്ലാത്തൊരു അശ്ലീല കാഴ്ചയായിരുന്നു. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംസാരിച്ചത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുമായോ വിദേശകാര്യമന്ത്രിയുമായോ പ്രധാനമന്ത്രിയുമായോ അല്ല, പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറുമായിട്ടായിരുന്നു. പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആഴം ലോകം വീണ്ടും അറിഞ്ഞു. ആക്രമണത്തിൽ പോലും ഇന്ത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഭീകരരുടെ കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് ശക്തമായ തിരിച്ചടി നൽകിയപ്പോൾ സിവിലിയൻ മേഖലകൾ ഒഴിവാക്കി. മാത്രമല്ല, വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇനിയും പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നും ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയുടെ ബലഹീനതകളെല്ലാം പുറത്തു വന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ ഇന്ത്യയുടെ മിസൈലുകളെത്തി. അപ്പോഴും പൊള്ളയായ അവകാശവാദങ്ങളും വിവരങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോയി. പാകിസ്ഥാന്റെ മന്ത്രിമാർ ഉൾപ്പെടെ തികച്ചും തെറ്റായ വിവരങ്ങൾ പങ്കുവച്ച് പരിഹാസ്യരായി. അങ്ങനെ എല്ലാം കൊണ്ടും ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായി മാറി ഇന്ത്യക്ക്. അതിനിടയിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യക്കും ചില തിരിച്ചടികൾ നേരിട്ടു എന്ന ചർച്ച വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനവും പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിതമായ യുദ്ധവിമാനം J-10 ജെറ്റുകളെയും താരതമ്യപ്പെടുത്തിയാണ് ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സിൽ ഒരു റിപ്പോർട്ട് വന്നു. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടെന്നാണ് റോയിറ്റേഴ്സ് അവകാശപ്പെട്ടത്. പാകിസ്ഥാന്റെ J-10 ഫൈറ്റർ ജെറ്റ് 2 ഇന്ത്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ തകർത്തു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല, 2 റാഫേൽ ജെറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങളെ തകർത്തെന്നും പാകിസ്ഥാൻ അവകാശവാദം ഉയർത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും കടന്ന് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ വ്യാപാര ചർച്ചകളിലേക്ക് ഇത് കടക്കുകയും ചെയ്തു. അതായത് ഫ്രാൻസിന്റെ റാഫേലും ചൈനയുടെ J-10 തമ്മിലുള്ള പോരാട്ടം. അതിൽ J-10 റാഫേലിനെ തകർത്തോ, അതായത് റാഫേൽ വേഴ്സസ് J-10 എന്ന നിലയിലേക്ക് ചർച്ചകൾ പുരോഗമിച്ചു. യുദ്ധവിമാനങ്ങളുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നത് അവയെ ആക്രമണത്തിനായി ഉപയോഗിക്കുമ്പോഴാണ്. അത്തരത്തിൽ റാഫേലിൻ്റെയും J-10ൻ്റെയും പ്രകടനം US സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നൊക്കെ റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റാഫേലും പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന J-10 മോഡലും 4.5 തലമുറ യുദ്ധവിമാനങ്ങളാണ്. അതിനാൽ യുദ്ധവിമാനങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ് ഇവയെ നിർത്തുന്നത്. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ശരിക്കും ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ തകർത്തോ? കഴിഞ്ഞ ദിവസം എയർ മാർഷൽ AK ഭാരതി നടത്തിയ പത്രസമ്മേളനത്തിലും ഈ ചോദ്യം ഉയർന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ റാഫേൽ ജെറ്റുകൾ തകർക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെ നിഷേധിക്കുകയോ ഉറപ്പിക്കുകയോ അദ്ദേഹം ചെയ്തില്ല. ആക്രമണങ്ങളുടെ ഭാഗമാണ് നഷ്ടങ്ങൾ എന്നാണ് എയർ മാർഷൽ AK ഭാരതി പറഞ്ഞത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മളൊരു യുദ്ധ സാഹചര്യത്തിലാണ്. നഷ്ടങ്ങളും അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ലക്ഷ്യം നേടിയോ എന്നതാണ് ചോദ്യം. ഉത്തരം അതെ എന്നാണ്. നമ്മളിപ്പോഴും യുദ്ധത്തിലായതിനാൽ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാ പൈലറ്റുമാരും നാട്ടിലേക്ക് മടങ്ങി. ഇങ്ങനെയാണ് റാഫേൽ ജെറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ എയർ മാർഷൽ ഭാരതി പറഞ്ഞത്. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയോ എന്ന ചോദ്യം ഉയർന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കിരാന കുന്നുകൾ ഏറെ തന്ത്രപ്രധാനമാണ്. ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇവിടെ ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചെന്നും അത് മനസ്സിലാക്കിയ US അടിയന്തരമായി ഇടപെട്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ നടപ്പാക്കിയെന്നുമാണ് പരക്കുന്ന അഭ്യൂഹം. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ഇന്ത്യ കിരാന കുന്നുകളും ലക്ഷ്യമിട്ടിട്ടുണ്ടാകുമെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സർഗോദ ജില്ലയിലാണ് കിരാന കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നുകൾ ആക്രമിക്കുന്നതിൻ്റെ എന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ കിരാന കുന്നുകൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നാണ് എയർ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ മാർഷൽ AK ഭാരതി പറഞ്ഞത്. കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച പത്രസമ്മേളനത്തിനിടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഭാരതി പറഞ്ഞത്, കിരാന ഹിൽസിൽ ഒരു ആണവ ഇൻസ്റ്റലേഷൻ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കിരാന ഹിൽസ് ആക്രമിച്ചിട്ടില്ല എന്നാണ്. കിരാന കുന്നുകൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണ്. റബ്വ ടൗൺഷിപ്പിനും സർഗോദ നഗരത്തിനിടയിലാണ് കിരാന കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഭീകര ക്യാമ്പുകളെയാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചത്.
ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിനുള്ളിലെ 14 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. റഫീഹി, മുരുദ്, നൂർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനിയാൻ, പാസ്റൂൺ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ നിർണായക വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനമായ റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഏറ്റവും പ്രധാനമാണ്. റാവൽപിണ്ടിക്കടുത്തുള്ള ചക്ലാലയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണം തന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ്റെ ആസ്ഥാനത്തിന് വളരെ അടുത്താണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത്. നൂർഖാൻ ആക്രമിക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇന്ത്യക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്ന മുന്നറിയിപ്പായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അറിവുള്ള ഒരു മുൻ US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്.